ആനക്കാമ്പൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വലിയ വികസന പദ്ധതിയായി ഇപ്പോൾ കേരള രാഷ്ട്രീയ ചർച്ചകളിൽ മുൻനിരയിൽ എത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അഭിമാന പദ്ധതിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സംരംഭം രാഷ്ട്രീയ വേദികളിൽ ആഘോഷിക്കപ്പെടുന്നതിനൊപ്പം കടുത്ത വിമർശനങ്ങൾക്കും ഇടവരുത്തുന്നു. CPM മുൻ MLA ജോർജ് എം തോമസ് പരസ്യമായി പറഞ്ഞ ഈ പദ്ധതിയുടെ ആശയം UDF-ന്റേതാണ്, LDF-ന്റേതല്ല എന്ന വാക്കുകൾ വിവാദങ്ങൾക്ക് ഇന്ധനം പകർന്നു. കാരണം ഇടതുമുന്നണി തന്റെ ക്രെഡിറ്റായി ഉയർത്തിപ്പിടിച്ച ഒരു പ്രൊജക്ടിന്റെ വേരുകൾ UDF ഭരണകാലത്തെ രാഷ്ട്രീയ തീരുമാനങ്ങളിലാണെന്ന് സമ്മതിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. കേരള രാഷ്ട്രീയത്തിൽ വികസന പദ്ധതികൾ പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിന്റെ ആയുധമാണ്. ഒരു പാലം, ഒരു റോഡ്, ഒരു റെയിൽപാത, ഒരു വിമാനത്താവളം, ഇവയെല്ലാം പ്രഖ്യാപിക്കുന്നത് ഒരു മുന്നണി, പിന്നീട് അത് നടപ്പിലാക്കുന്നത് മറ്റൊന്ന്. പിന്നെയും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പോരാട്ടം. തുരങ്കപാതയും അതേ രീതിയിലാണ്. 2006 തിരുവമ്പാടി മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്തായി ചാക്കോയുടെ പ്രകടന പത്രികയിൽ ഇതിന്റെ സൂചന ഉണ്ടായിരുന്നുവെന്ന് ജോർജ് എം തോമസ് തന്നെ സമ്മതിക്കുന്നു. തുടർന്ന് UDF അധികാരത്തിൽ വന്നപ്പോൾ ബജറ്റിൽ ആദ്യമായി ചെറിയൊരു തുക വകയിരുത്തിയെന്നും പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എങ്കിലും പദ്ധതി മുന്നോട്ട് നീങ്ങാതെ തന്നെ നിന്നുപോയി. പിന്നീട് LDF അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ വികസനത്തിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യത്തോടെ പദ്ധതി വീണ്ടും ഉയർത്തിപ്പിടിച്ചു. ജോർജ് എം തോമസിന്റെ അഭിമുഖം സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാന വസ്തുത പ്രദേശത്തെ പഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് 2006 തന്നെ വനത്തിലൂടെ നടന്ന് മേപ്പാടിയിലെത്തിയ അനുഭവമാണ്. അത് ജനങ്ങളിൽ വലിയ പ്രതീക്ഷകൾ വിതച്ചു. എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ നടന്നുപോയ വഴി ഒരിക്കലും റോഡാക്കാൻ കഴിയില്ല എന്ന് ഉടൻ മനസ്സിലാക്കിയെങ്കിലും അത് പൊതുവിൽ വെളിപ്പെടുത്തിയില്ല. ഇത് രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ സത്യസന്ധതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. വികസനത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയും പിന്നീട് അത് സാങ്കേതികമായി അസാധ്യമാണ് എന്ന് അറിയാമായിരുന്നിട്ടും ജനങ്ങളെ അറിവില്ലാതെ വിടുകയും ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ വിരോധാഭാസമാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ താമരശ്ശേരി രൂപതയുടെ ബിഷപ്പുമാർ റെമിജിയോസ് ഇഞ്ചനായിലിന്റെ ഇടപെടലും ധനമന്ത്രി KM മാണിയുടെ സഹായവും വളരെ പ്രധാനപ്പെട്ടതായി ജോർജ് എം തോമസ് പറയുന്നു. റൂബി സോഫ്റ്റ് എന്ന കമ്പനി പഠനം നടത്തി തുരങ്കം സ്വർഗം കുന്നിൽ നിന്ന് ആരംഭിക്കാമെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് തുരങ്കപാത പദ്ധതി ജനങ്ങളുടെ സ്വപ്നമെന്നതിനേക്കാൾ രാഷ്ട്രീയ, മത, സാമ്പത്തിക ശക്തികളുടെ ഇടപെടലിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വികസന മോഡലാണെന്നാണ്. ജോർജ് എം തോമസ് തന്നെ സമ്മതിക്കുന്നത് പോലെ പിന്നീട് താൻ MLA ആയപ്പോൾ പദ്ധതി പൊടി തട്ടിയെടുത്തതാണ്. മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ, ധനമന്ത്രി തോമസ് ഐസക് എന്നിവർക്ക് വിവരങ്ങൾ നൽകി. സുധാകരൻ ഉടൻ 20 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ഇതോടെ പദ്ധതി വീണ്ടും പ്രചോദനം നേടി. സാമ്പത്തിക സാമൂഹിക റിപ്പോർട്ട് അനുകൂലമായാൽ ഫണ്ടിങ് തടസ്സമാവില്ലെന്ന് ധനമന്ത്രി ഉറപ്പ് നൽകി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പദ്ധതിക്ക് അന്തിമ രൂപം ലഭിച്ചത് LDF ഭരണകാലത്താണ് എന്നതാണ്. അതിനാൽ തന്നെ ഇരു വിഭാഗവും സ്വന്തം സംഭാവനകളെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു. മെട്രോമാൻ E. ശ്രീധരന്റെ ഇടപെടലും പിന്തുണയും പദ്ധതിക്ക് പുതിയ ആത്മവിശ്വാസം നൽകി. കൊങ്കൺ റെയിൽവേയും കിഫ്ബിയും ഉൾപ്പെടുത്തി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ വഴിയൊരുക്കി. ഒരു വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതി വിദഗ്ധരുടെ പിന്തുണ നേടിയാൽ അതിന്റെ വിശ്വസ്തത വർദ്ധിക്കുന്നു. എന്നാൽ വിദഗ്ധർ പോലും രാഷ്ട്രീയ തർക്കങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവരുടെ ശുപാർശകൾക്ക് പോലും പലപ്പോഴും രാഷ്ട്രീയ വർണ്ണങ്ങൾ കിട്ടുന്നു എന്നതാണ് കേരളത്തിന്റെ യാഥാർത്ഥ്യം. വികസനത്തിന്റെ ആവേശത്തിനിടയിൽ പരിസ്ഥിതി സുരക്ഷാ പ്രശ്നങ്ങൾ പോലും പിന്നിലാക്കപ്പെടുന്നു. വയനാട്, കോഴിക്കോട് മേഖലകൾ ഭൂമിശാസ്ത്രപരമായി അത്യന്തം അപകട സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. 2019 മുണ്ടക്കൈ ഉരുൾപൊട്ടൽ, 2023 ചൂരൽമല ദുരന്തം, കോഴിക്കോട് ജില്ലയിലെ കാടമ്പുഴ, കുറിഞ്ഞിപ്പുഴ മേഖലയിലുണ്ടായ വലിയ മണ്ണിടിച്ചിലുകൾ എല്ലാം തന്നെ മനുഷ്യ ജീവിതങ്ങളെ തകർത്തു. ഇത്തരം പ്രദേശങ്ങളിൽ വലിയ തുരങ്ക നിർമ്മാണം നടത്തുന്നത് കൂടുതൽ അപകട സാധ്യതകൾ ഉയർത്തുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വികസനം മനുഷ്യ ജീവിതത്തിനും പരിസ്ഥിതിക്കും വില കൊടുത്തതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് ജില്ല മുഴുവനും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ടുകൾ പ്രകാരം ലാൻഡ് സ്ലൈഡ് സോണുകളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ പതിറ്റാണ്ടിൽ മാത്രം 100-ലധികം വലിയ ഉരുൾപൊട്ടലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂരൽമല ദുരന്തത്തിൽ നിരവധി കുടുംബങ്ങൾ വീടും ജീവനും നഷ്ടപ്പെട്ടു. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഭീമമായ തുരങ്ക ഖനനം നടത്തുമ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ മാറ്റം വരുത്തും. മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിക്കും. മഴക്കാലത്ത് അപകട ഭീഷണികൾ ഇരട്ടിയാകും. എന്നാൽ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഇത്തരം മുന്നറിയിപ്പുകൾ ഇടവരാറില്ല. വ്യവസായികൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നതാണ് കേരളത്തിലെ വികസന മാതൃകയെന്ന വിമർശനമാണ് ഉയരുന്നത്. പരിസ്ഥിതി വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും പറയുന്നത് തുരങ്കപാത ഒരു ഗണ്യമായ ഗതാഗത സൗകര്യം ഒരുക്കുമെങ്കിലും അതിന്റെ പരിസ്ഥിതി വില വളരെ കൂടുതലാണ്. കാലാവസ്ഥാ വ്യതിയാനവും അതിവൃഷ്ടിയും കൂട്ടിയിടുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ അശാസ്ത്രീയമാണെന്നാണ് അവരുടെ വാദം. ഒടുവിൽ തുരങ്കപാത പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ വാദപ്രതിവാദങ്ങളും ഒരു കാര്യം വ്യക്തമാക്കുന്നു:
കേരളത്തിൽ വികസനം ജനങ്ങളുടെ സുരക്ഷയേക്കാൾ രാഷ്ട്രീയ നേട്ടത്തിനും ക്രെഡിറ്റിനുമാണ്. UDF ആശയവുമായി എത്തിയെങ്കിലും LDF അത് നടപ്പാക്കാൻ മുന്നോട്ട് വന്നു. എന്നാൽ രണ്ട് മുന്നണികളും ജനങ്ങളുടെ ഭാവി സുരക്ഷയെക്കുറിച്ച് തുറന്നും സത്യസന്ധമായും സംസാരിക്കുന്നില്ല. മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ ദുരന്തങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ മറന്ന് വീണ്ടും അതേ അപകട സാധ്യതകൾ നിറഞ്ഞ സ്ഥലത്ത് വലിയ തുരങ്ക നിർമ്മാണം നടത്തുന്നത് ജനങ്ങൾക്ക് ആശ്വാസമല്ല, ആശങ്കയാണ്. തുരങ്കപാതയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിസ്ഥിതിയും ഭൂപ്രകൃതിയും ഉൾപ്പെടുന്ന പ്രശ്നങ്ങളാണ്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് സൗകര്യം അനിവാര്യമാണെന്ന് ആരും തർക്കിക്കുന്നില്ല. എന്നാൽ അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കണം, ജനങ്ങളുടെ ജീവനും സുരക്ഷയും നഷ്ടപ്പെടാതെ വികസനം സാധ്യമാക്കാമോ എന്നതാണ് അടിസ്ഥാനം. ഇന്നത്തെ കാലാവസ്ഥാ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലഞ്ചെരിവുകളിലൂടെ ഭീമമായ തുരങ്കപാത നിർമ്മിക്കുന്നത് സുസ്ഥിര വികസനം എന്ന ആശയത്തോടൊപ്പം പോവുന്നില്ലെന്നാണ് വിമർശനം. കേരളം 2018 മഹാപ്രളയത്തിന് ശേഷം തന്നെ നിർമ്മാണങ്ങൾ പ്രകൃതിയുടെ പരിധി കവിഞ്ഞാൽ പ്രകൃതി തിരിച്ചടിക്കുമെന്ന സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും സർക്കാരുകൾ ആ പാഠം മറന്നതുപോലെയാണ്. പദ്ധതിയുടെ സാമ്പത്തിക പ്രാധാന്യം എടുത്തു കാട്ടുന്നവർ പറയുന്നത് കോഴിക്കോട്, വയനാട് യാത്രാ സമയം മണിക്കൂറുകളോളം കുറയ്ക്കാൻ തുരങ്കപാത സഹായിക്കുമെന്നതാണ്. മലഞ്ചെരിവുകളിലെ വളവുകളും അപകടങ്ങളും ഒഴിവാക്കി ചരക്ക് ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും വലിയ സൗകര്യം ഒരുക്കും. ഇതിലൂടെ 3 ജില്ലകളും സമഗ്ര വികസനം സാധ്യമാകുമെന്നാണ് അവരുടെ വാദം. എന്നാൽ വികസനത്തിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ പറയുമ്പോൾ അതിന്റെ മറുവശത്തുള്ള മനുഷ്യച്ചെലവ് സർക്കാരുകൾ തുറന്നു പറയാറില്ല. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മഴക്കെടുതി, കാടുകളുടെയും ജലസ്രോതസ്സുകളുടെയും നാശം ഇവയെല്ലാം കൂടി വരുന്ന വില കൂടിയാണ് ജനങ്ങൾ പോക്കേണ്ടത്. ഈ പശ്ചാത്തലത്തിലാണ് മുണ്ടക്കൈ, ചൂരൽമല, കുട്ടിലാംപാറ, പുത്തുമല തുടങ്ങിയ പ്രദേശങ്ങളിലെ ദുരന്തങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നത്. പതിറ്റാണ്ട് കഴിഞ്ഞിട്ടില്ല. വയനാടിന്റെ മലഞ്ചെരിവുകൾ പലതവണ മരണം വിതച്ച്. മഴക്കാലത്ത് വീടുകൾ മുഴുവൻ മണ്ണിനടിയിൽ മുങ്ങിപ്പോയ കുടുംബങ്ങളുടെ ദുഃഖം ഇന്നും സജീവമാണ്. അത്തരമൊരു ഭൂമിശാസ്ത്രത്തിൽ തുരങ്കം കുത്തിക്കയറുന്നത് ഭാവിയിൽ ദുരന്തങ്ങൾ വരുത്തിവെക്കുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ പല റിപ്പോർട്ടുകളിലും വയനാട് വലിയ മണ്ണിടിച്ചിലിന് ഏറെ സാധ്യതയുള്ള മേഖലയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സർക്കാരിന്റെ നിലപാട് വളരെ വ്യത്യസ്തമാണ്. സാമ്പത്തിക, സാമൂഹിക പഠനങ്ങൾ അനുകൂലമാണ്. അതിനാൽ പണം തടസ്സമാവില്ല എന്നതാണ് ധനമന്ത്രിയുടെ ഉറപ്പുകൾ. ഇതൊരു സാമ്പത്തിക കണക്ക് മാത്രമാണ്. പ്രകൃതിയുടെ മുന്നറിയിപ്പുകളും ജിയോളജിസ്റ്റുകളുടെ പഠനങ്ങളും പലപ്പോഴും രാഷ്ട്രീയ തീരുമാനമെടുക്കുമ്പോൾ അവഗണിക്കപ്പെടുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും കിഫ്ബി അധികാരികളും പറയുന്നത് വലിയ പദ്ധതികൾക്ക് അപകട സാധ്യതകൾ ഉണ്ടായിരിക്കും, പക്ഷെ അത് നിയന്ത്രിക്കാനാകും എന്നതാണ്. എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്നത് മലഞ്ചെരിവുകളിൽ മനുഷ്യൻ ചെയ്ത ഇടപെടലുകൾ പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രകൃതി പ്രതികാരങ്ങളിലേക്കാണ് നയിച്ചിട്ടുള്ളതെന്നാണ്.